ഈ അക്ഷരോത്സവ വേദിയിലെ എല്ലാവർക്കും നമസ്കാരം. ഒരു വിശേഷണങ്ങളും ആവശ്യമില്ലാത്ത 3 പ്രതിഭകളാണ് എൻ്റെ ഒപ്പം ഇരിക്കുന്നത്. 3 പത്മശ്രീകളാണ്, അതിലുപരി 3 വാദനശ്രീകളാണ്. ആദ്യം ഓർക്കുന്നത് 12 കൊല്ലം മുമ്പ് 2012 പെരുവനത്ത് വച്ച് മാനനീയം എന്നൊരു പ്രോഗ്രാം നടന്നു. അതിൽ ഈ 3 പത്മശ്രീകളും ഈ 3 വാദ്യപ്രതിഭകളും കൂടി അവിടെ മേളം കൊട്ടുകയുണ്ടായി. ആ മേളത്തിൽ 3-ാം കാലം പ്രമാണിച്ചത് ഇവിടെ ഇരിക്കുന്ന പോലെ തന്നെ ജയറാമേട്ടനാണ് നടുക്കിൽ നിന്ന് 3-ാം കാലം പ്രമാണിച്ചത്. അതിൻ്റെ 4-ാം കാലമായപ്പോൾ ജയറാമേട്ടൻ ആ സ്ഥാനം മാറിക്കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള മട്ടന്നൂരാശാന് 4-ാം കാലം പ്രമാണിക്കാനുള്ള അവസരം കൊടുത്തു. മട്ടന്നൂരാശാൻ 4-ാം കാലം പ്രമാണിച്ചതിന് ശേഷം അവിടുത്തെ ആതിഥേയനായിട്ടുള്ള പെരുവനം കുട്ടന്മാരാർ പത്മശ്രീ പെരുവനം കുട്ടേട്ടൻ 5-ാം കാലം പ്രമാണിച്ച്, അങ്ങനെ 3 പ്രമാണിമാരും കൂടിയിട്ട് ആ മേളം അതിഗംഭീരമായിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിലൂടെ ഈ 3 പേരും കൊടുത്തൊരു സന്ദേശം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഇന്ന് നമ്മൾ സെക്യുലർ എന്ന് പറയുന്ന വാക്കൊക്കെ വലിയൊരർത്ഥത്തിൽ പറയുമ്പോൾ മേളം എല്ലാ രീതിയിലും സമാനതയും സെക്യുലറിസവും ഉള്ളതാണ് എന്ന് 12 കൊല്ലം മുമ്പ് തങ്ങളുടെ കൊട്ടിലൂടെ പറഞ്ഞ 3 മഹത് പ്രതിഭകളാണ് ഈ നിൽക്കുന്നത്. ഒരു പക്ഷേ മുമ്പിൽ ചെണ്ടയായിട്ട് ഈ 3 പേരും ആ 12 കൊല്ലത്തിന് ശേഷം ഒരു വേദിയിലിരിക്കുന്നത് ഈ അക്ഷരോത്സവത്തിലെ കായിലെ നിശാഗന്ധി വേദിയിലാണ്. അപ്പോൾ മേളം ഒരു കലയാണ്, വാദന പ്രക്രിയയാണ്, അതിലുപരി സമാനതകളില്ലാത്ത എന്നാൽ എല്ലാവർക്കും സമാനതകളുള്ള സോഷ്യലിസമുള്ള ഒരു കലയാണ് എന്ന് പ്രഖ്യാപിച്ച ഈ 3 പ്രതിഭകളെയും നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി സാദരം ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്നു. ജയറാമേട്ട, ഒരുപക്ഷെ ഇവിടെ ഏത് വേദിയിലും ഗസ്റ്റുകൾ വരുമ്പോഴേ അവർക്ക് സംസാരിക്കാൻ നാവുകൊണ്ട് ആണ് സംസാരിക്കുന്നത്, എല്ലാവരും മൈക്കിലാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ചെണ്ട കൊണ്ടൊന്ന് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നന്നാവും തോണു. ഗണപതിക്കയോ അങ്ങനെ എന്തെങ്കിലും. ഗണപതിക്ക് ആശാൻ ആശാൻ ആദ്യം ജയറാമേട്ടൻ്റെയും ഗുരുനാഥനാണ്. അതുകൊണ്ട് ഞാൻ ആശാനോടൊന്ന് ചോദിക്കുകയാണ്. ഇവിടെ പലരും ഇവിടെ ഇപ്പം ഈ സെഷൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് എന്നോട് പറഞ്ഞു, രാജശേഖരൻ സാറൊക്കെ പറഞ്ഞു, ഈ ചെണ്ടയുമായി ബന്ധപ്പെട്ടിട്ട് അധികം വർത്തമാനം വേണ്ട, ചെണ്ട എന്ന് പറയുന്നത് കൊട്ടിക്കാണിച്ചാൽ മതി, ചെണ്ട എന്ന് പറയുന്നത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് എന്നുള്ള രീതിയിൽ, അതായത് അത് മനസ്സിലാക്കാനും ചെണ്ട ഇപ്പോൾ പാണ്ടി, പഞ്ചാരി അല്ലെങ്കിൽ തായമ്പക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഒരു ചെണ്ടമേളം എന്ന് പറയുമ്പോൾ അതിന്ന് വിട്ടു ഒരുപാട് സങ്കീർണതകളുള്ള ഒന്നാണ് എന്ന് ഇങ്ങനെ പറയാറുണ്ട്. നിരവധി ആളുകളെ പഠിപ്പിച്ച ഒരാളാണ്. ജയറാമേട്ടൻ്റെ പോലും ഗുരുനാഥനാണ്. ചെണ്ട അത്ര ബുദ്ധിമുട്ടുള്ള ഒന്നാണോ? എല്ലാവർക്കും നമസ്കാരം. ലോകത്തിൽ പഠിക്കാൻ ഏറ്റവും എളുപ്പമായ ഒരേ ഒരു ഉപകരണമേ ഉള്ളൂ. അതിൻ്റെ പേരാണ്, നിങ്ങൾക്ക് പറയാം, ആ ഉപകരണത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാം. ഞങ്ങളുടെ 3 പേരുടെ മുന്നിലും ഇരിക്കുന്നുണ്ട്. എന്താണ്? ഒന്നും കൂടി ഒച്ചത്തിൽ പറഞ്ഞാൽ എനിക്ക് ചെവി കേൾക്കും. അതിൻ്റെ പേരാണ് ചെണ്ട. അതിനൊരു കാരണവും കൂടിയുണ്ട്. കാരണം ഒന്നും പഠിക്കാനില്ല. പഠിക്കേണ്ട വിഷയം 3 അക്ഷരം മാത്രം. തക്കിട്ട. ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിൽ 1 2 3, ഹിന്ദിയിലാണെങ്കിൽ 1 2 3.
കന്നഡത്തിലാണ് ഒന്ന്, രണ്ട്, മൂന്ന്, അങ്ങനെ ഏത് ഭാഷയിലും മൊത്തം നമുക്ക് കിട്ടേണ്ട 3 അക്ഷരം മാത്രം. അതിൻ്റെ മുറുക്കം താനേ വന്നോളും. പിന്നെ അടുത്തത് പഠിക്കാനുള്ള ഈ വേദിയിലിരിക്കുന്നവർക്കും സദസ്സിലുള്ളവർക്കും എല്ലാവർക്കും ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ജന്മനാ ഉള്ള ഒരു സംഭവം. അതിൻ്റെ പേര് ഞാൻ തന്നെ പറയാം, അതാണ് തരികിട. ഈ തക്കിടയും തരികിടയും വെച്ചിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ജയറാം ഉൾപ്പെടെ ഇത്രയും ലോകം മുഴുവൻ ചെണ്ട കൊട്ടി കീഴടക്കുന്നത്. ഉദ്ദേശ തരികിട മറ്റേതല്ലല്ലോ. യഥാർത്ഥ തരികിടയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ 4 അക്ഷരം കൃത്യമായിട്ട് മറിയുന്ന തരികിട. ആ തരികിട കൃത്യമായിട്ട് മറഞ്ഞാൽ ഈ ലോകം കൃത്യമായിട്ട് ചെണ്ടയ്ക്ക് കീഴെയായി മാറും. അപ്പോൾ ശങ്കരേട്ട ഈ ചെണ്ട പഠിച്ചവരെ മുഴുവൻ തരികിടക്കാരാക്കുക എന്നാണ് ശങ്കരേട്ടൻ പറയണല്ലേ? ചെണ്ട പഠിച്ച ആളുകളെ മുഴുവനെ തരികിടക്കാരാക്കുകയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. ചെണ്ട പഠിച്ചവർ മാത്രമല്ല ഹരി, ലോകത്തിലെല്ലാവരും തരികിടക്കാരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ജയറാം ചോദിച്ചത് അതാണ്. ആ ഉദ്ദേശിക്കുന്ന തരികിട അല്ലല്ലോ എന്ന്, ഒട്ടുമല്ല, യഥാർത്ഥ തരികിട. ജയറാമേട്ട ഈ ഇപ്പോൾ ആശാൻ്റെ ഒരു ശിഷ്യനാണല്ലോ. അപ്പോൾ ജയറാമേട്ടൻ്റെ ഒരു പഠന വഴി ഒരിക്കൽ ആശാൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ജയറാമേട്ടൻ പഠിക്കാനൊക്കെ തുടങ്ങിയത് ഈ സിനിമയിലൊക്കെ വന്നതിന് ശേഷമാണ് എന്നുള്ളത്. അപ്പം നമ്മുടെ ഷൂട്ടിംഗ് തിരക്കുകളും അല്ലെങ്കിൽ ജയറാമേട്ടൻ്റെ ഷൂട്ടിംഗ് തിരക്കുകളും അങ്ങനെ ഒരുപാട് തിരക്കുകളുണ്ട്. ഈ തിരക്കിലും അത്രമേൽ കൃത്യനിഷ്ഠയോടെ വന്ന് 10 മണി എന്ന് പറഞ്ഞാൽ 10 മണിക്ക് വന്നാണ് ജയറാമേട്ടൻ ഇത് തുടങ്ങിയതെന്ന് പറഞ്ഞു. അപ്പോൾ ആശാൻ എന്നോട് ചോദിക്കാൻ പറഞ്ഞിരുന്നു, ജയറാമിനെ ഞാൻ പതികാലം പഞ്ചാരി മേളത്തിൻ്റെ പതികാലം പഠിപ്പിച്ചത് ഒരു സൂത്രത്തിലൂടെയാണ് എന്നും പറഞ്ഞു. അപ്പോൾ ആ ഒരു കഥയൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ജയറാമേട്ടൻ ഈ കൊട്ടിലേക്ക് വന്നൊരു വഴി കൂടി ഒന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവും. നമസ്കാരം. കുട്ടിക്കാലം തൊട്ട് എൻ്റെ വീട് പെരുമ്പാവൂരാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് എൻ്റെ വീട്. അപ്പോൾ രാവിലെയും വൈകിട്ടും ഉത്സവകാലങ്ങൾ വരുമ്പോഴും മുമ്പിൽ ആനയ്ക്ക് മുമ്പിൽ നിന്ന് കൊട്ടുന്ന ഈ അസുരവാദ്യം ഇത് കുറച്ചായിട്ടൊരു മത്ത് പിടിപ്പിക്കുന്ന പോലെ എൻ്റെ തലയിൽ കയറി തുടങ്ങി. ഗുരുനാഥൻ പറഞ്ഞ പോലെ തക്കെട്ടയും തരികിടയും വലന്തക്കെട്ടയും ഒന്നൊന്നും പറയാൻ എനിക്ക് അന്ന് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും ഓരോ കൊട്ടുകളും ഈ ചെണ്ടയുടെ പതികാലമായാലും അത് കഴിഞ്ഞിട്ടുള്ള കാലങ്ങളായാലും 2 ആയാലും 3 ആയാലും ഓരോ കൊട്ടുകൾ ഇങ്ങനെ മനസ്സിൽ കുറച്ചായിട്ട് കയറി തുടങ്ങി. അപ്പോൾ പണ്ട് തൊട്ടേ എനിക്കിത് എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ഒന്ന് ഗ്രാസ്പ് ചെയ്യുന്ന പോലത്തെ അതിനോട് ഇഷ്ടം തോന്നിയാൽ, അങ്ങനെയാണ് മിമിക്രി എന്ന് പറഞ്ഞ കല ഞാൻ തുടങ്ങിയത്. എൻ്റെ വീട്ടിലുള്ള അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്നവരിൽ ഒരു എന്തെങ്കിലും പെക്യൂലിയറിറ്റി ഉണ്ടെങ്കിൽ അവർ നടക്കുന്ന പോലെ, അവർ സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ അത് പെട്ടെന്നൊന്ന് ക്യാപ്ചർ ചെയ്തെടുക്കുക. അതേപോലെ ഈ ശബ്ദം, ഈ കൊട്ടുന്നവരിൽ ഇത് എനിക്കിങ്ങനെ തലയിൽ കയറി തുടങ്ങി. എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ എന്നൊക്കെ പറയുന്നത് എൻ്റെ വീട്ടിലെ ഡെസ്കും ബെഞ്ചും ഒക്കെ തന്നെയാണ്. ഞാൻ കൈകൊണ്ട് താളം പിടിച്ച് എന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത് ഈ ഡെസ്കിൽ കൊട്ടി താളം പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ കുട്ടിക്കാലം തൊട്ട് ഇതിനോടുള്ള ഭ്രമം തുടങ്ങി. ചെറിയതായിട്ടുള്ള രീതിയിൽ എൻ്റെ നാട്ടിലുള്ള ചെണ്ട പഠിപ്പിക്കുന്ന കുറച്ച് പേരുടെ അടുത്ത് പോയി കുറച്ച് അങ്ങനെ ഒന്നും മുഴുമിപ്പിക്കാതെയുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ കുട്ടിക്കാലം തൊട്ട് പഠിച്ചിട്ടുണ്ട്. എങ്കിലും പിൽക്കാലത്ത് ഒരു പഞ്ചാരിയുടെ തുടക്കം, അല്ലെങ്കിൽ ഇപ്പോൾ കൊട്ടിയ ഗണപതിക്കൈ തൊട്ട് എനിക്ക് തുടങ്ങി വെച്ച് തന്ന കുറച്ച് ഗുരുക്കന്മാരുണ്ട്. തുടക്കം ഇവിടെ നിന്ന് തന്നെയായിരുന്നു. മാർഗി, തിരുവനന്തപുരത്തുള്ള മാർഗിയിലുള്ള ശ്രീ കൃഷ്ണദാസ്, അദ്ദേഹമാണ് ഒരു ഗണപതിക്കൈ വെച്ച് എനിക്ക് തുടങ്ങി തന്നത്. വീണ്ടും കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതിനുശേഷം പല്ലശന നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം എൻ്റെ 2ാമത്തെ ഗുരുനാഥനായിരുന്നു. ചെണ്ടയിലെ പഞ്ചാരിയിലെ 3ഉം 4ഉം 5ഉം കാലങ്ങൾ കൊട്ടി അരങ്ങേറ്റത്തിന് വരെ എന്നെ സഹായിച്ചത് ആ ഗുരുനാഥനായിരുന്നു. എങ്കിലും എൻ്റെ മനസ്സിങ്ങനെ എനിക്ക് ഇപ്പോഴും അത് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അതിനോടുള്ള ഈ ആഗ്രഹം കൂടി നടന്നിരുന്ന കാലത്തായിരുന്നു ഒളപ്പമണ്ണമന എന്ന് പറയുന്ന വള്ളുവനാട്ടിലെ പ്രശസ്തമായിട്ടുള്ള ഷൂട്ടിംഗ് നടക്കുന്ന മനയിലേക്ക് ഞാൻ പോയത്. അപ്പോഴാണ് പെട്ടെന്ന് പറയുന്നത്, ദാ കാണുന്ന തൊട്ടപ്പുറത്താണ് സാക്ഷാൽ മട്ടന്നൂർ ശങ്കരമാരാരുടെ വീട്, അതാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്രയും ഒരു സന്തോഷിച്ച ദിവസം ഉണ്ടായിട്ടില്ല. ഞാൻ ഇറങ്ങി അപ്പം തന്നെ അവിടെ നിന്ന്
ഓടിയപ്പോൾ ദാ വരുന്നു എൻ്റെ ഗുരുനാഥൻ നേരിറങ്ങി വരുന്നു. ഞാൻ സാഷ്ടാംഗം കാലിൽ വീണിട്ട് പറഞ്ഞു, ഒരു ശിഷ്യനായിട്ട് എന്നെ സ്വീകരിക്കണം, അരുത് എന്ന് പറയരുതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് തുടങ്ങിയ ഗുരു ശിഷ്യ ബന്ധമാണ്. അതിനുശേഷം ഒരു എന്താ പറയുക, ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെയായിരുന്നു ഞാൻ ബാക്കിയുള്ള ചെണ്ടയുടെ ബാക്കി 1, 2 പതികാലവും ബാക്കിയുള്ളതെല്ലാം കൊട്ടി പഠിച്ചതൊരു ഗുരുകുല വിദ്യാഭ്യാസം പോലെ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും, അവിടെ തന്നെ ഭക്ഷണം കഴിക്കും, അവിടെ തന്നെ കിടന്നുറങ്ങും. അങ്ങനെ ദിവസങ്ങളോളം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചാണ് ഞാൻ പഠിച്ചെടുത്തത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയുണ്ടായി, ഹരി ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണിത് ഇത്ര ഈസി ആയിട്ട് പഠിപ്പിക്കാൻ, വളരെ ഈസി ആയിട്ടെന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ പതികാലത്തിൻ്റെ തുടക്കം നമുക്ക് പഞ്ചാരിയിൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല കൊട്ടാൻ വരട്ടെ, കൊട്ടി പഠിക്കാൻ വരട്ടെ, ഇതിനെക്കുറിച്ച് വല്ല ഗ്രാഹ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏകദേശം ഉണ്ട്, എന്നാലും നാമം ജപിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉവ്വ്, വല്ലപ്പോഴും ഒന്ന് നാമം ജപിച്ചോളൂ. ഹര ഹര ശിവനമ, ഹര ഹര ശിവനമ, ഹര ഹര ശിവനമ, ശംഭോ ശിവനമ. അങ്ങനെ നാമം ജപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉവ്വ്, അത് തന്നെയാണ് തുടക്കം, കൊട്ടിക്കോളം പറഞ്ഞു. ജയറാമേട്ട അതൊന്ന് കാണിക്കും. ഇത്രേ ഉള്ളൂ. ഇതാണ് പഞ്ചാരിയുടെ തുടക്കം. പിന്നെ പറഞ്ഞു, ഇപ്പം കേട്ടതാണ് അച്ഛൻ, ഇനി 5 മക്കളുണ്ട്. ഹരഹര ശിവനമ, ശംഭോ ശിവനമ, അതൊരു 5 പേര്, അതൊരു 5 തള്. ഇത് കഴിഞ്ഞാൽ അമ്മയുണ്ട്, ഹര 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 ശംഭോ ശിവനമ, അതമ്മ. അച്ഛൻ, 5 മക്കൾ, അമ്മ. ഫസ്റ്റ് ഇത് കഴിഞ്ഞു. പഠിപ്പിക്കൽ 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞു. അതാണ് ഗുരുനാഥൻ. അത് 5 മിനിറ്റ് കൊണ്ട് പഠിച്ച ശിഷ്യനും കേമായിട്ടുള്ള ശിഷ്യൻ തന്നെയായിരുന്നില്ലേ? എന്തായാലും ഗുരുനാഥൻ്റെ ശിഷ്യനാകുമ്പോൾ കേമാവാതിരിക്കില്ല എന്നാണ് ഞാൻ പറയേണ്ടത്. ജയറാമേട്ട അതൊന്ന് അമ്മ അച്ഛൻ ഒന്ന് കൊട്ടി കാണിച്ചു തരുമോ ഞങ്ങൾക്ക്? ഒന്നാം കാലം ഇത് മതി. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കൂടി ചേർന്ന് കൊട്ടി. അതെ, 3 ആളും കൂടി ചേർന്ന്. പഞ്ചാരി ഒന്നാം കാലം, പതികാലം നിങ്ങൾ ചേർന്ന് കൊട്ടിക്കോളൂ. തുടക്കത്തിൽ ഹരി പറഞ്ഞു, 12 വർഷം മുമ്പ് വലിയൊരു സോഷ്യലിസമാണ് ഹരി പറഞ്ഞത്. 3 പേരും നിന്ന് കൊട്ടി. ആദ്യം ഞാൻ നിന്ന് കൊട്ടുന്നു, എൻ്റെ സ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നു, അതിനുശേഷം അദ്ദേഹം വരുന്നു പറഞ്ഞു. ഒരുപക്ഷെ 12 വർഷം മുമ്പ് ഈ പ്രഗത്ഭരായിട്ടുള്ള 2 പേരുടെ നടുക്ക് ജയറാം നിൽക്കുന്നതിനോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ലെന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും എനിക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ല. കാരണം ഈ 2 പ്രഗത്ഭന്മാരുടെ നടുക്ക് നിന്ന് ചെണ്ട കൊട്ടാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എങ്കിലും അവരെന്നെ നടുക്ക് നിർത്തി 2 വശങ്ങളിലായി നിന്നു എന്നുള്ളതാണ് ആ 2 വലിയ മനസ്സിന് അതൊരു സാഷ്ടാംഗ പ്രണാമം. പലപ്പോഴും എത്രയോ മേളങ്ങൾ കഴിഞ്ഞൊരു 20, 22, 25 വർഷത്തോളമായി മേളം ചെയ്യുമ്പോൾ, പലപ്പോഴും എൻ്റെ ഗുരുനാഥൻ്റെ കൂടെ ചെയ്യുമ്പോൾ മൊത്തം നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നടുക്ക് നിൽക്കണം, ഞാൻ വലത്തേ ഭാഗത്ത് ഉണ്ടാവും കൂടെ എന്ന് പറഞ്ഞ് എന്നെ ആ പ്രമാണസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം വലതു ഭാഗത്ത് നിൽക്കും. അതൊക്കെയാണ് ഒരു വലിയ മനസ്സെന്ന് പറയുന്നത്. എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ലാതെ എനിക്ക് കിട്ടിയ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ അതാണ്. എനിക്ക് കിട്ടിയ ഗുരുനാഥന്മാരാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അല്ല, ഈ ആ മേളം ഒന്ന് കൊട്ടി കാണിക്കണതിൻ്റെ മുമ്പേ ഇനി ഒരു വാക്കും കൂടി കേൾക്കണം, കുട്ടേട്ടൻ്റെ വാക്കും കൂടിയും കേൾക്കണമല്ലോ. അപ്പോൾ മട്ടന്നൂർ ആശാൻ പറയണത് വളരെ ഈസിയാണ് മേളം എന്നുള്ളതാണ്. മറ്റേ ജയറാമേട്ടനും 5 മിനിറ്റ് കൊണ്ട് പഠിച്ച ശിഷ്യനാണ്. അപ്പോൾ കുട്ടേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലത്ത് ടി വിയിൽ എലഞ്ഞിത്തറ മേളം കാണുമ്പോൾ അന്ന് കാണുന്ന പ്രമാണത്തിൻ്റെ മുഖമാണ് പെരുവനം കുട്ടന്മാരാർന്ന് പറഞ്ഞാൽ. നമ്മൾ ടി വിയിൽ തൃശ്ശൂർ പൂരം കാണുമ്പോൾ വ്യക്തിപരമായിട്ട് കുട്ടന്മാരാർ ഇപ്പോൾ ആ പ്രമാണ സ്ഥാനത്ത് ഇല്ല എന്നുള്ള നിലയ്ക്ക്, ഒരു ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് വിഷമമുണ്ട്. എങ്കിലും കുട്ടേട്ടനോട് ചോദിക്കാനുള്ളത്, ഈ മേളം അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണോ? പ്രമാണിക്കുക എന്നുള്ളതും മേളം കൊട്ടുക എന്നുള്ളത് അത്ര ഈസിയാണോ? മേളത്തിന് പ്രമാണിക്കുക എന്നുള്ളതും അത്ര ഈസിയാണോ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, 2 പത്മശ്രീ ജേതാക്കൾ പറഞ്ഞതിന് ഭിന്നമായി ഒന്നും പറയാൻ എനിക്ക് സാധിക്കില്ല. പിന്നെ
മട്ടന്നൂരിനെ പോലെ ശ്രേഷ്ഠനായ ഒരു കലാകാരന് ചെണ്ട പഠിക്കാൻ എളുപ്പമാണ്. ജയറാമിനെ പോലെ എന്തും അനുകരിക്കാൻ കഴിവുള്ള ഒരു നടന് ചെണ്ട പഠിക്കാൻ എളുപ്പമാണ്. സാധാരണക്കാരന് ചെണ്ട പഠിക്കാൻ എളുപ്പമാണെന്ന് ശ്രീ മട്ടന്നൂർ സൂചിപ്പിച്ചത് വളരെ എളുപ്പമാണ്. ഒരു കല്ലും ഒരു പൊടിമുട്ടി ഉണ്ടായാൽ മതി, ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. ഒരു കല്ലും ഒരു മുട്ടി ഉണ്ടായാൽ ത കി ത തക്കിട്ട 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 ഇങ്ങനെ ഇതിൻ്റെ മൾട്ടിപ്പിൾ സാധകം ചെയ്യാൻ ഈ കല്ലും പുളിമുട്ടിയും മാത്രം മതി. അപ്പോൾ വളരെ എളുപ്പമാണ് ബുദ്ധിയുള്ളവർക്ക് ഏത് വിഷയം പഠിക്കുക. പറഞ്ഞത് എളുപ്പമാണ് ബുദ്ധിയുള്ളവർക്ക്, മിടുക്കുള്ളവർക്ക്. ബുദ്ധിയുള്ളവരായാലും മിടുക്കുള്ളവരായാലും പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യം ആണെന്ന് തോന്നുന്നില്ല. പഠിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ പഠിക്കണമെന്ന് തന്നെത്താനെ തോന്നി തുടങ്ങുമ്പോൾ ഏത് വിഷയമായാലും വളരെ എളുപ്പത്തിൽ പഠിക്കണമെന്നുള്ള കഠിനമായ ഒരു വിശ്വാസം മനസ്സിലുണ്ടായിട്ട് വരുമ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. അത് കുട്ടിക്കാലത്ത് എല്ലാവർക്കും ഏത് വിഷയമായാലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് അവർക്ക് പിന്നെ സ്വയം പഠിക്കാൻ തീരുമാനിച്ച് ഇറങ്ങിയാൽ എത്രയും പെട്ടെന്ന് പഠിച്ചിറങ്ങുക, അതാണ് കാര്യം. അപ്പോൾ 1 2 3 ത കി ട ഗുരുത്വം. ഗുരുത്വം കൂടി ഉണ്ടായാൽ എത്രയും എളുപ്പം ഏത് വിഷയവും പഠിക്കാം. കഠിനമായ ശ്രമം ഉണ്ടാവണം. പിന്നെ പറഞ്ഞോളൂ. തരികിട ഉള്ളവരാണ് എല്ലാവരും എന്ന് പറയുമ്പോൾ മേളത്തിന് തരികിടില്ല, മേളക്കാർക്ക് തരികിടില്ല. മേളത്തിൽ തരികിടയില്ല അല്ലേ? മേളത്തിന് തരികിട പ്രയോഗങ്ങൾ വളരെ കുറവാണ്. തക്കിട്ടയുടെ മൾട്ടിപ്പിൾസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് മുതൽ തുടങ്ങുകയാണ് ഞങ്ങളുടെ തരികിട. മേളത്തിൽ തരികിടയില്ല, അത് മുതൽ തുടങ്ങുകയാണ് ഞങ്ങളുടെ തരികിട. അപ്പോൾ ഈ തരികിടയില്ല, ഞാൻ പറഞ്ഞു വന്നത് തരികിടയില്ലാത്തതുകൊണ്ട് തക്കിട്ട മാത്രം പഠിച്ചാൽ നല്ലൊരു മേളം പഠിക്കാൻ തുടങ്ങാം എന്നുള്ളത് കൊണ്ട് അത് എളുപ്പമാണെന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. തരികിട കൂടി ചേർത്ത് വന്നാൽ തക്കിട്ടയും തരികിടയും സമ്മിശ്രമായി പ്രയോഗിക്കേണ്ടി വരുമ്പോൾ ഈ പ്ലസും മൈനസും ചേർക്കണ ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ കൂടി തക്കിട്ടയും തരികിടയും മിക്സ് ചെയ്യാൻ അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ചും കൂടി കഠിനമായ ശ്രമം വേണം. പിന്നെ മേളം ചെറിയ രൂപത്തിൽ കഴിവുള്ള താല്പര്യമുള്ള വ്യക്തികൾ, ജയറാമിനെ പോലെ കഠിനം പഠിച്ചേ ഇരിക്കുമെന്ന് നിശ്ചയമുള്ള ആൾക്കാർ എളുപ്പം പഠിക്കും, പ്രയോഗിക്കാം. മേളം സത്യത്തിൽ തക്കിട്ട സാധകം ചെയ്ത് സക്കിട്ട കൊട്ടാറായാൽ ഒരു നല്ലൊരു പ്രമാണി ഉണ്ടെങ്കിൽ ആ പ്രമാണിയുടെ കൂടെ ഫോളോ ചെയ്യാൻ എളുപ്പമാണ്. അതിന് വളരെ എളുപ്പമുള്ള സംഗതിയാണ്. ബുദ്ധിയുള്ള ആൾക്കും താളുള്ള ആൾക്കും ഫോളോ ചെയ്യാൻ എളുപ്പമാണ്. അതേസമയം ഒടുക്കം ചോദിച്ച ചോദ്യം പ്രമാണം, അതൊരു വേറൊരു ഘടകമാണ്. പ്രമാണിയാവുക എന്ന് പറയുന്നത് നിരവധി കാലത്തെ അനുഭവ സമ്പത്ത് വേണം. നിരവധി പ്രമാണിമാരുടെ കൂടെ നല്ല മേളവേദികളിൽ കുട്ടിയാലാണ് നല്ല പക്വത വന്ന ഒരു പ്രമാണിയായി തീരാൻ പറ്റുള്ളൂ. അത് പഠിച്ചുണ്ടാവണതല്ല, പ്രായോഗിക പരിജ്ഞാനം. അതാണ് കൂടുതൽ. അതിന് ഒരു കണക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല. 1 2 3 പറയാൻ പറ്റില്ല, 1 2 3 4 പറയാൻ പറ്റില്ല. അതിൻ്റെ തലം എന്ന് പറയുന്നത് പ്രമാണി മേളത്തിൻ്റെ തലം ഉണ്ടാക്കുന്നത് മനസ്സിലാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ പൂർവികർ ചെയ്തതിനെ അടിസ്ഥാനമാക്കി അനുഭവ സമ്പത്തുള്ള ആൾക്ക് ആണ്, നല്ല മേളവേദികളിൽ കൂട്ടുന്നവർക്കാണ് പ്രമാണിയായിട്ട് കൂടുതൽ ശോഭിക്കാൻ സാധിക്കും. കുട്ടേട്ടൻ പറയണത് അപ്പോൾ കൊട്ട് പഠിക്കാനും എളുപ്പമാണ്, കൊട്ട നടക്കാനും എളുപ്പമാണ്, കൊട്ട അത്ര എളുപ്പമല്ല എന്നാണ് പറയണല്ലേ?
കൊട്ടാളിപ്പം എന്നല്ല, കൊട്ടാളിപ്പ പ്രമാണിയായി നിന്ന് കൊട്ടാൻ നല്ല അനുഭവ സമ്പത്ത് വേണം. ജയറാമേട്ട, ഞങ്ങൾ അല്ല, ഞാനൊരു എൻ്റെ ഒരു 30 വർഷം മുമ്പുണ്ടായ ഒരു അനുഭവം വളരെ ചുരുക്കി പറയണം ജയറാമേട്ട. ഞാൻ സമയം ദീർഘിപ്പിക്കുന്നു. പറഞ്ഞോളൂ. ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ്, 30ഓ അതിന് മുകളിലാവാം, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. തൃശ്ശൂരാണ് സംഭവം. തൃശ്ശൂർ അന്നത്തെ കാലഘട്ടത്താണ് എനിക്ക് തോന്നുന്നു ഈ ജുഗൽബന്ദി തുടങ്ങിയ സമയമാണ്. എനിക്ക് തോന്നുന്നു അവിടെ ആയിരിക്കും അതിൻ്റെ തുടക്കം. ഒരു സൈഡിൽ മൃദംഗം, ക്ലാസിക്കൽ ഇൻസ്ട്രുമെൻസ് ആയിട്ടുള്ള മൃദംഗം, വയലിൻ, ഗിഞ്ചറ, തൊട്ടപ്പുറത്ത് വെസ്റ്റേൺ ഇൻസ്ട്രുമെൻസ് ആയിട്ടുള്ള ജാസ്, സാക്സ്, തൊട്ടുപുറത്ത് ക്ഷേത്രവാദ്യകലകളായിട്ടുള്ള ചെണ്ട, തകില്, അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് ചേർന്നിട്ടൊരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അന്ന് ഞാനങ്ങനെ പ്രൊഫഷനായിട്ട് ചെണ്ട കൊട്ടുക അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ മുൻനിരയിലിരിക്കുന്നതൊക്കെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കേരളത്തിലെ വാദ്യ കലാകാരന്മാരാണ് മുമ്പിലിരിക്കുന്നത്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ ഞാനവിടെ ചെന്നു. അന്നത്തെ കാലത്ത് ഈ മൊബൈൽ ഇത്ര ഇല്ല. ബാക്കി ഫ്ലാഷുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ബാക്കി എല്ലാവരും ചുറ്റും കൂടി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ മുൻനിരയിലിരുന്ന ചില ആളുകൾ ചോദിച്ചു, ആരാ വശമില്ലോ, ആരാ അദ്ദേഹം? പുള്ളി ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളാണ്. ഓവോ, മൂപ്പർക്ക് എന്താ ഇവിടെ കാര്യം? അല്ല, ഉദ്ഘാടിക്കാന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചൊക്കെ വല്ല വശമുണ്ടോ, ധാരണയുണ്ടോ മൂപ്പർക്ക്? അല്ല, അങ്ങനെ ചോദിച്ചാൽ അല്ല, ചോദിച്ചൊന്നും ഉള്ളൂ, എന്താ വെച്ചാൽ ആവാം എന്ന് പറഞ്ഞു. അപ്പം എനിക്കും മനസ്സുകൊണ്ട് വിഷമമായി. ദൈവമേ, പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്താ കാര്യം എന്ന് ചോദിച്ച പോലെ ഇതിന് വലിയ വിവരമില്ലാത്ത ഞാൻ വരികയും ചെയ്തു. അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ വേദിയിലേക്ക് കയറി. ഒരു സൈഡിലുള്ള ക്ലാസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഉദ്ഘാടനമായിരുന്നു ആദ്യം. അപ്പോൾ എൻ്റെ മനസ്സിലും ചെറിയൊരാഗ്രഹം, ഇത്രയും വലിയ കലാകാരന്മാരുടെ മുമ്പിൽ ചെറുതായി പോരുതല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, വായ്ത്താരിയോടുകൂടി തന്നെ ഉദ്ഘാടനമാവാം. അവർ ചോദിച്ചു, ഉവ്വ് മൈക്ക് കൊണ്ടെന്നോളാൻ പറഞ്ഞ. അങ്ങനെ ക്ലാസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ തിത്താങ്കടത്തേക്ക് താങ്കടത്തേക്ക് തിന്നത്താങ്കടത്തേക്ക് താങ്കടത്തേക്ക് തിത്താങ്കടത്തേക്ക് താങ്കടത്തേക്ക് തരികട തരികട തരികിടതും തിത്താങ്കടത്തേക്ക് താങ്കടത്തേക്ക് തിന്നത്താങ്കടത്തേക്ക് താങ്കടത്തേക്ക് തിത്താങ്കടത്തേക്ക് താങ്കടത്തേക്ക് തരികട തരികട തരികിടതും താങ്കടത്തേക്ക് താങ്കടത്തേക്ക് തിന്നത്താങ്കടത്തേക്ക് താങ്കട കിടതോ തരികിട താകട കിടതോ തരികിട താകട കിടതോ തരികിട താ ദിം തത്തിക്കിണ്ണത്തും 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 തദ്ദിങ്കിണ്ണത്തോ 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 ത ദിം തരികിട തരികിടതും ത തരികിട തരികിടതും തരികിട തരികിടതും തദ്ദിൻ തരികിടത തദ്ദിൻ തരികിടത തിത്താങ്കടത്തേക്ക് താങ്കടത്തേക്ക് തിന്നത്താങ്കടത്തേക്ക് താങ്കട കിടതോ തരികിട താകട കിടതോ തരികിട താകട കിടതോ തരികിട താ ദി ഗിണ്ണ തോ. ഇത് ഞാൻ പറഞ്ഞപ്പോൾ മുമ്പിൽ നിന്ന് ഐ ലേശം എന്തൊക്കെയോ വശമുണ്ട് എന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ഇപ്പം നീ സന്തോഷമായി. അടുത്തത് ക്ഷേത്ര കലകളുടെ സൈഡിലേക്ക് വന്നു. ഞാനീ പറയുന്നത് 10-30 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അതും എൻ്റെ മനസ്സിലൊരാഗ്രഹം. തായമ്പകയുടെ വായ്ത്താരിയുണ്ട്, ചെണ്ടയ്ക്ക് ഉള്ളതാണ്. ആ ആദ്യത്തെ ആ എന്നുള്ളത് നിശബ്ദം, ചെണ്ടയിലുള്ള ശബ്ദമല്ല. അ ഡ് ഡ് ന ക, കറക്റ്റ് അല്ലേ? തെറ്റുണ്ട്. അ ഡ് ഡ് ന ക വക്കത്ത്. അപ്പം അതിൻ്റെ ഒരു വായ്ത്താരി ഞാൻ അഡ് ഡിണ്ണക അഡ് ഡിണ്ണക അഡ് ഡിണ്ണക അടുകിഡ് ഗിന്നക അഡ് ഡിണ്ണക അഡ് ഡിൺ അഡ് ഡിൺ. ആണോ? അത് ബിരുദനാട് ജയറാമേട്ട പറഞ്ഞിട്ട് ഒപ്പം ബിരു കൊട്ടലും കൂടെ ആയല്ലോ. അഡ് ഡിണ്ണക അഡ് ഡിണ്ണക അഡ് ഡിണ്ണക അടുകിഡ് ഗിന്നക അഡ് ഡിണ്ണക അഡ് ഡിണ്ണക അഡ് ഡിൺ അടുകിഡ് ഗിഡ്തക അഡ് ഡിണ്ണക അഡ് ഡിൺ അഡ് ഡിണ്ണക അടുകിഡ് ഗിന്ന അഡ് ഡിണ്ണക അഡ് ഡിണ്ണക അഡ് ഡിണ്ണക അടുകിഡ് ഗിഡ് അടുകിഡ് ഗിന്നക 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 ഗിന്ന ഗിന്നക 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 അടുകിഡ് ഇടുതക 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 ഇടുത അടുകിഡ് ഗിന്നക അടുകിഡ് ഗിടുതക അടുകിഡ് ഗിന്നക അടുകിഡ് ഗിടുത അടുകിന്നക അടുകിടുതക അടുകിന്നക അടുകിട് അടുകിട് കിട് തരികിട തരികിട തരികിട് ഡിണ്ണക. തായമ്പകയുടെ
ഈ വായ്ത്താരി ഞാൻ പറഞ്ഞ് തീർന്ന വഴിക്ക് മുമ്പിലിരുന്ന് അദ്ദേഹം എണീറ്റ് നിന്ന് എന്നെ തൊഴുതു. ഞാൻ വേദിയിൽ നിന്ന് ഇറങ്ങി വന്നു. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്, ഇത്രയൊക്കെ അറിവുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അറിവില്ലായ്മ അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്നും വന്നു പോയതാണ്. തെറ്റുണ്ടെങ്കിൽ കേമായിരിക്കണു, അസലായിരിക്കണു, ഭാവി ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഞാൻ പോയി. അദ്ദേഹമായിരുന്നു സാക്ഷാൽ അമ്മന്നൂർ മാധവ ചാക്യാർ. ശങ്കരേട്ടാ, ഈ സാധാരണ ആൾക്കാർ പറയണ ഈ തായമ്പകയിൽ ഒരുപാട് കൂറുകളുണ്ടല്ലോ, പഞ്ചാരിക്കൂറ്, അടന്തക്കൂറ്, ചമ്പക്കൂറ്, പതിഞ്ഞ ചമ്പക്കൂറ്, ഇതൊക്കെ ശങ്കരേട്ടൻ കൊട്ടാറുണ്ട്. പക്ഷെ എല്ലാവരും പറയണത് ശങ്കരേട്ടൻ കൊട്ടണത് പുഞ്ചിരിക്കൂറാണ് എപ്പോഴും കൊട്ടണത്, പഞ്ചാരിക്കൂറല്ല എന്നാണ്. ഏത് കൂറ് കൊട്ടുകയാണെങ്കിലും, കുഞ്ഞുകുട്ടന്മാരാർ തുടങ്ങിയിട്ടുള്ള ആരുടെ കൂടെ കൊട്ടുകയാണെങ്കിലും ശങ്കരേട്ടൻ്റെ മുഖത്ത് എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ആ ചിരി ഇപ്പോഴും ജയറാമേട്ടനൊപ്പം കൊട്ടണ നേരത്ത് ശങ്കരേട്ടൻ്റെ മുഖത്ത് ആ ചിരി ഉണ്ടാവും. അത് ഈ ഫ്യൂഷൻ അടക്കമുള്ളതിൽ, ഇപ്പോൾ ഫ്യൂഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്, ഫ്യൂഷൻ അടക്കമുള്ള സാക്കീർ ഹുസൈൻ അദ്ദേഹത്തിൻ്റെ കൂടെ വരെ ശങ്കരേട്ടൻ ഈ ചെണ്ട കൊണ്ട് പ്രയോഗിച്ചിട്ടുണ്ട്. ഈ പുഞ്ചിരിക്കൂറിൻ്റെ രഹസ്യം എന്താണ്? ഇത് തായമ്പകയിലാകുമ്പോഴോ അല്ലെങ്കിൽ മേളത്തിന് വരികയാണെങ്കിലും ആ ഫ്യൂഷൻ അനുസരിച്ചും ഈ ചെണ്ടയിലൊരു മാറ്റം വരുന്നില്ല, മുഖത്ത് മാറ്റം വരുന്നില്ലെങ്കിലും. അപ്പോൾ ഒരു സാക്കിർ ഹുസൈൻ സാബിനൊക്കെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അത് ഒരു പക്ഷേ അങ്ങനെയുള്ളൊരു ഫ്യൂഷനിൽ ഇല്ല. അതെ, ശങ്കരേട്ടൻ്റെ പുഞ്ചിരിക്കൂറിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. അതാണ് ശങ്കരേട്ടൻ കൊട്ടി പറഞ്ഞത്. അപ്പോൾ ഈ ഫ്യൂഷനിലൊക്കെ സാക്കിർ ഹുസൈൻ സാബിൻ്റെ കൂടെയൊക്കെ ശങ്കരേട്ടൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ചെണ്ട നമ്മൾ മേളത്തിന് കൊട്ടുകയാണെങ്കിലും അല്ലെങ്കിൽ തായമ്പയ്ക്ക് കൊട്ടുകയാണെങ്കിലും അതിൻ്റെ ചെണ്ടയുടെ സ്വഭാവവും രീതിയൊക്കെ വേറെയാണ്, ആ ശബ്ദവും വേറെയാണ്. അപ്പോൾ ഈ തെറ്റാണെങ്കിലും പലരും പറയും അത് തെറ്റാണെന്നല്ല, ആസുരവാദ്യമാണെന്നൊക്കെ. അത് തെറ്റാണെന്ന് സമ്മതിക്കണം. എങ്കിലും അങ്ങനെയുള്ള ഒരു ചെണ്ട എങ്ങനെയാണ് ശങ്കരേട്ടൻ ഈ ഫ്യൂഷനിലേക്കൊക്കെ വഴക്കുന്നത്? പാട്ടിന് വരെ ശങ്കരേട്ടൻ ഇപ്പോൾ ചെണ്ട വായിക്കുന്നുണ്ട്. അത് പാടിയാലല്ലേ വായിക്കാൻ പറ്റുള്ളൂ. അല്ല, നമ്മൾ നിർബന്ധിച്ച ജയറാമേട്ടൻ പാട്ട് പാടുന്ന ആളാണ്. 2 വരി അല്ല, എന്തെങ്കിലും എന്നാ പാടി കൊട്ടിക്കൂടെ? ഒരിടയ്ക്കാണെങ്കിൽ പാടലും കൊട്ടലും ആവാം. അല്ല, ഞാൻ ചെണ്ടടയാ ചോദിച്ചേ. അതെ, ചെണ്ടയാകുമ്പം പാടലും കൊട്ടലും രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. ഒരിടയ്ക്കാണെങ്കിൽ പാടലും കൊട്ടലും ആവാം. അപ്പോൾ ഹരിനാരായണൻ ഒന്ന് മൂളിക്കോളൂ. അല്ല, എനിക്ക് പാടാൻ അറിയില്ല, അതുകൊണ്ടാണ്. പലദിനമായി ഞാനും ബലഭദ്രനുജ നിന്നെ നലമൊട്ടു കാൺമതിന്നു കളിയല്ലേരുതി കാല വിഷമം കൊണ്ടു കാമും സാധിച്ചതില്ലേ. കുട്ടേട്ടാ, ഈ നമ്മൾ
ഇലഞ്ഞിത്തറ മേളത്തിൽ അനവധി തവണ കുട്ടേട്ടൻ്റെ പ്രയോഗം കുട്ടേട്ടൻ പെർഫോം ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യം പറയുകയാണെങ്കിൽ അവിടെ കൊട്ടുന്നത് പഞ്ചാരിയല്ല, പാണ്ടിയാണ്. അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് പാണ്ടി ഒരു രൗദ്ര സ്വഭാവത്തിൽ 7ഉം 14ഉമായിട്ട് തുറന്നു വീശിപ്പിടിച്ച് അങ്ങനെയാണ്. പഞ്ചാരിക്ക് വേറൊരു ലാസ്യ സ്വഭാവമുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ കുട്ടേട്ടൻ്റെ ഇലഞ്ഞിത്തറ മേളം കേൾക്കുമ്പോൾ ഇപ്പം ഞങ്ങളൊക്കെ ടി വിയിൽ കണ്ട് ശീലിച്ചത് കുട്ടേട്ടൻ്റെ ഇലഞ്ഞിത്തറ മേളം തന്നെയാണ്. അതിന് ഒരു ലാസ്യ സ്വഭാവം കുട്ടേട്ടൻ്റെ മേളത്തിന് എപ്പോഴും തോന്നാറുണ്ട്, കുട്ടേട്ടൻ പ്രമാണിച്ച് വരുമ്പോൾ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തരികടയില്ല, എല്ലാവരും കൊട്ടുന്നതൊക്കെ ഇട്ടാണ്. ഒരു പക്ഷേ കുട്ടേട്ടൻ്റെ കൊട്ടണവരൊക്കെ വേറെ സ്ഥലത്ത് കൊട്ടുന്നതും ഉണ്ടാവും, കൊട്ടുന്നത് ഇലഞ്ഞിത്തറയിൽ തന്നെ ആയിരിക്കും. പക്ഷേ ഇത് വരുമ്പോൾ ഒരു ലാസ്യ ഗരിമ ഇതിന് വരുന്നത് പാണ്ടിക്ക് വരാൻ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്, ആസ്വാദകർ എന്നുള്ള നിലയ്ക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് ചിന്തിച്ചിട്ടുണ്ടോ? മേളം പാണ്ഡ്യയായാലും പഞ്ചാരിയായാലും വിളംബകാലത്തിൽ കേൾക്കുമ്പോൾ അതിന് ലയവും ലാസ്യവും ഒക്കെ ഉണ്ട്. പഞ്ചാരി മേളായാലും അത് പാണ്ഡ്യ മേളായാലും രണ്ടും ലയപ്രധാനമാണ്, അതിന് ലാസ്യ സ്വഭാവമുണ്ട്. പാണ്ഡ്യമേളത്തിന് പതിഞ്ഞ കാലത്തിലാണ് ഈ ലാസ്യ സ്വഭാവം നിലനിൽക്കുന്നത്. എവിടെ കേൾക്കുന്നു, എങ്ങനെ കേൾക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഓരോ മേളങ്ങൾ, അല്ലേ കുട്ടേട്ടാ? അതെ അതെ. തൃശ്ശൂർ പൂരത്തിന് ലക്ഷക്കണക്കിന് ജനങ്ങളിൽ അങ്ങനെ നിന്ന് കേൾക്കുമ്പോൾ ആ പാണ്ടിയുടെ കൊലുമ്പൽ തൊട്ടിട്ട് കേൾക്കാൻ അതിഗംഭീരം തന്നെയാണ്. അതേ കുട്ടേട്ടൻ തന്നെ കൊട്ടുന്ന തൃപ്പൂണിത്തറയിലും കൂടൽമാണിക്കത്തും ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ യാനക്കൊട്ടിൽ നിന്ന് കൊട്ടുമ്പോൾ ആ പഞ്ചാരിയുടെ ഒരു ലാസ്യത്തിന് എന്താ സുഖമല്ലേ? കറക്റ്റ് അല്ലേ? അതെ, ജയറാം പറഞ്ഞതാണ് എൻ്റെ ഒരു ബേസിക് കാരണം നമ്മുടെ ഉത്സവ സീസൺ തുടങ്ങിയ വൃശ്ചികമാസത്തിലെ തൃപ്പൂണിത്തുറ ഉത്സവം, അത് കഴിഞ്ഞ എറണാകുളം ഉത്സവം, പെരുവനം മാറാട്ടുപുഴ പൂരങ്ങൾ, ഗുരുവായൂർ ഉത്സവം, ഇങ്ങനെ തുടങ്ങി മധ്യ കേരളത്തിലെ പ്രധാന ഉത്സവങ്ങൾക്ക് പ്രധാന മേളമായിട്ട് പഞ്ചാരി മേളമാണ്. അപ്പം ഞാൻ അധികം കൊട്ടുന്ന മേളങ്ങൾ പഞ്ചാരി മേളമാണ്. പെരുവനം നടവഴിയിലാണ് പഞ്ചാരി മേളത്തിൻ്റെ ഉത്ഭവം എന്നും പറയാറുണ്ട്. അപ്പോൾ അധികം പ്രാവശ്യം കൊട്ടുകയും അധികം വേദികൾ, നല്ല നല്ല വേദികളിൽ കൊട്ടുകയും ചെയ്യുന്ന പഞ്ചാരി മേളത്തിൻ്റെ ലയം, ലാസ്യ സ്വഭാവം ഞാൻ പാണ്ഡിമേളം കൊട്ടുമ്പോൾ അല്പസ്വല്പം ആ ഒരു പഞ്ചാരി ടച്ച് അതിൽ വരുന്ന അത് സ്വാഭാവികമാണ്. പിന്നെ അതിലെന്താണെന്നുണ്ടെങ്കിൽ പഞ്ചാരി മേളം ആര് കൊട്ടുകയാണെങ്കിലും, ഞാൻ കൊട്ടുകയായാലും ജയറാം കൊട്ടുകയാണെങ്കിലും ശങ്കരൻകുട്ടിമാരാർ കൊട്ടുകയാണെങ്കിലും കുട്ടികൾ കൊട്ടുകയാണെങ്കിലും പഞ്ചാരി മേളത്തിൻ്റെ അതിൻ്റേതായൊരു ഭംഗി ലയമുണ്ട്. പഞ്ചാരി മേളം കൊട്ടി ചീത്തയാക്കാൻ സാധിക്കില്ല എന്നൊരു ചൊല്ല്. പഞ്ചാരി മേളം കൊട്ടി ചീത്തയാക്കാൻ പറ്റില്ല, ആര് കൊട്ടിയാലും പഞ്ചാരി. എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ ഞാൻ തരികടില്ല മേളത്തിൽ നിന്ന് പറഞ്ഞത് വിയോജിപ്പ് പറഞ്ഞതല്ല, യോജിപ്പ് പറഞ്ഞതാണ്. തക്കിട്ട മാത്രമേ ഉള്ളൂ ഈ മേളത്തിൽ. പഞ്ചാരി മേളത്തിൻ്റെ 5ാം കാലത്തിൽ തക്കിട്ട മാത്രമാണ് കൊട്ടുന്നത്. അതുപോലെ ഓരോ കാലങ്ങളും അത്ര ലയപ്രധാനമുള്ളതാണ് പഞ്ചാരി മേളം. അതുകൊണ്ട് ആര് കൊട്ടിയാലും പഞ്ചാരി മേളം നന്നു. പാണ്ഡിമേളം അതുപോലെ കൊട്ടി നന്നാക്കാനും എളുപ്പമല്ല എന്ന് ഒരു ചൊല്ലുണ്ട്. അതിന് കാരണം ഇതുതന്നെയാണ്. പാണ്ഡിമേളം ചെറിയ മേളമാണ്. 14 അക്ഷരകാലത്തിൽ മേളം തുടങ്ങുകയാണ്. ആ 14 അക്ഷരകാലത്തിന് വളരെ വിളംബകാലത്തിൽ കൊട്ടിയിട്ടാണ് ഈ ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കുന്നത്. ആ 14 അക്ഷരകാലത്തിൽ തുടങ്ങുന്ന പാണ്ഡിമേളം ഓരോ ഘട്ടങ്ങൾ മാറുമ്പോൾ, കാലം ദ്രുതഗതിയിലേക്ക് വരുമ്പോൾ ഘട്ടങ്ങൾ മാറുകയാണ്. അപ്പോൾ ഘട്ടങ്ങൾ മാറുമ്പോൾ കാലം ദ്രുതഗതിയിലേക്ക് വരുന്ന ഘട്ടം, ആ ഘട്ടത്തിൽ കൊട്ടുന്ന ഉരുളുകോലായാലും തകർത്തകർത്തയായാലും കുഴമറിഞ്ഞ കലാശമായാലും കൊട്ടാനുള്ള പാകത്തിലേ അതും കയറാൻ പാടുള്ളൂ. അപ്പോൾ അനുസൃതമായി ദ്രുതഗതിയിലേക്ക് നീങ്ങിയാലേ പാണ്ഡിമേളം വൃത്തിയായിട്ട് കൊട്ടിക്കലാശിക്കാൻ സാധിക്കും. അതിന് അനുഭവജ്ഞാനം നല്ലോണം വേണം. പാണ്ടിക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, പാണ്ടി ചെറിയ മേളമാണ്. അതിനെ വലുതാക്കി കൊട്ടുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ഘട്ടങ്ങൾ മാറുന്നത്. ഒരു ഘട്ടം കാലം മുറുകിയിട്ട് കിടന്നാൽ
അവിടെ ഉരുളുകോൽ കൊട്ടണമെങ്കിൽ കൈ നടക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉരുളുകോൽ കൊട്ടാൻ പറ്റില്ല. തകർത്ത 10 കലാശം കൊട്ടണമെങ്കിൽ കാലം ഏറിയിട്ട് ആ ഘട്ടത്തിലെത്തണമെങ്കിൽ 5 കലാശം കൊട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ വേണ്ട വിധം മാറാൻ ഈ ചെറിയ മേളമായ പാണ്ടിയെ രൂപപ്പെടുത്താൻ പ്രമാണിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അല്ല, മേളം പാണ്ടിമേളം കൂട്ടുന്നവർക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. പഞ്ചാരിയെ സംബന്ധിച്ച് ആ ഒരു ബുദ്ധിമുട്ടില്ല. കൊട്ടുന്നത് കലാശങ്ങളും എല്ലാം ഏകദേശം സൗകര്യപ്രദമായിട്ട് നമുക്ക് അതിനെ രൂപപ്പെടുത്താൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഞാൻ പഞ്ചാരി കൊട്ടുമ്പോൾ കൂടുതൽ കൊട്ടുന്നു, അതുകൊണ്ട് കുറച്ചും കൂടി ലയപ്രധാനമായിട്ട് പാണ്ടി മാറുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ധന്യനാണ്. മേളം ലയിച്ച് ആസ്വദിച്ച് കൊട്ടുക, അത് രൗദ്രതയിൽ വരുന്നത് പാണ്ടി അവസാന ഘട്ടങ്ങളിലാണ്. നീർഗോൾ ഘട്ടങ്ങൾ മുതൽ ആണ് പാണ്ടിക്ക് അതിൻ്റെ രൗദ്രത വരുന്നത്. രൗദ്രത വരേണ്ടവർക്ക് രൗദ്രത വരണം, ലയം വരേണ്ടവർക്ക് ലയം വരണം. ഞാൻ ഒരുപക്ഷെ ഇതേപോലത്തെ ഒരു വേദിയിൽ വെച്ച് മാത്രമാണ് നിങ്ങളെ ഇങ്ങനെ കിട്ടുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, കുട്ടേട്ടൻ ഇപ്പോൾ ഏറ്റവും കേരളത്തിലുള്ള ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ 2 പേരുമാണ് മേളങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ജനങ്ങളുടെ ആസ്വാദന രീതി കുറച്ച് മാറി വന്ന് പഞ്ചാരി മേളത്തിൻ്റെ 5ാം കാലത്തിൻ്റെ അവസാനം തീരുകലാശത്തിന് മുമ്പ് ആ കൊട്ട് ഇപ്പോൾ കൈവിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ പോയി കറങ്ങി തിരിഞ്ഞൊക്കെ തിരിച്ചു വന്ന് ഇപ്പോൾ പലരും എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ആ സമയത്ത് ഒന്ന് പോയി അങ്ങനെ കറങ്ങി അങ്ങനത്തെ ഒരു കൊട്ട് കൊട്ടാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു, എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ അതിനെ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കത് വശമില്ല എന്ന് പറയും. കുട്ടേട്ടനോട് പറഞ്ഞാൽ എന്താ പറയുക? അത് തന്നെ ആവില്ലേ? ഇവിടെ അത് തന്നെ ആവില്ലേ? ആവും. അല്ല, ശങ്കരേട്ടനോടും കുട്ടേട്ടനോടും ജയറാമേട്ടനോട് ചോദിക്കുകയാണ്, ഇപ്പം എല്ലാവരും പറയണത്, ഇപ്പം പല പോസ്റ്റും കണ്ടു ആസ്വാദകരുടെ, ഈ പാണ്ടിയിലെ ശൈലീഭേദം ഇപ്പം തൃശ്ശൂർ ഭാഗത്തുള്ളവർ കൊട്ടുന്നതല്ല, അല്ലെങ്കിൽ അത് അതുപോലെയല്ല വടക്ക് ഭാഗത്തുള്ളവർ കൊട്ടുന്ന പോലെയല്ല. ഇത് പഞ്ചാരിയിലും പണ്ട് കയ്യും കോലും ആയിട്ടുള്ള പഞ്ചാരിയുടെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇത് ഈ ഒരു വ്യത്യാസം, പുതിയ ആസ്വാദനത്തിൻ്റെ വ്യത്യാസം പറഞ്ഞപ്പോൾ ചോദിച്ചാണ്. അതെനിക്ക് തോന്നുന്നു ഹരി, ഈ ഭാഗത്തൊക്കെ കയ്യും കോലും ഇപ്പോൾ തൃപ്പൂണിത്തുറ അല്ലെങ്കിൽ എറണാകുളം, ചോറ്റാനിക്കര, കൂടൽമാണിക്യം, അദ്ദേഹത്തിൻ്റെ പെരുവനം, ഉത്രാളിക്കാവ്, നെന്മാറവല്ലങ്കി, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കയ്യും കോലും തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2 കോലുകൾ ചേർന്നുള്ള പഞ്ചാരിയായിരിക്കും അധികവും. സമയം ദീർഘിപ്പിച്ചു പോകുന്നു നമ്മളല്ലേ? ഓ, ചെണ്ട വെറുതെ ചെണ്ടപട ആവാൻ വേണമെങ്കിൽ. അതെ. ഓ, അങ്ങുണ്ടെങ്കിൽ അതിൽ ഈ പഞ്ചാരി മേളം, വിസ്തരിച്ച് പഞ്ചാരി മേളം കൂട്ടുമ്പോൾ പണ്ട് മുതൽ, നേരത്തെ ഞാൻ പറഞ്ഞു പെരുമനത്താണ് അത് ഉത്ഭവിച്ചത്. ആദ്യമൊക്കെ എല്ലാ മേളങ്ങളും 2 കോലെടുത്ത് കൊട്ടിയിരുന്ന പുരാതനമായ നമ്മുടെ പ്രയോഗത്തിനെ മാറ്റം വരുത്തിക്കൊണ്ട് പഞ്ചാരി മേളത്തിനെ കൂടുതൽ സൗന്ദര്യവൽക്കരിക്കാനുള്ള ശ്രമം നടന്നത് പെരുവനത്താണ്. അങ്ങനെയാണ് ഇത് കയ്യും കോലുമായിട്ടുള്ള പഞ്ചാരിയായിട്ട് മാറിയത്. കയ്യും കോലുമായിട്ട് കൊട്ടുന്ന പഞ്ചാരി, വിസ്തരിച്ച പഞ്ചാരി ആസ്വദിക്കുന്നവർക്ക് അതാണ് ഇഷ്ടം. 2 കോല് കൂട്ടി പഞ്ചാരി ആസ്വദിക്കുന്നവർക്ക് അതാണ് ഇഷ്ടം ആസ്വാദകൻ്റെയാണ്. പിന്നെ മധ്യകേരളത്തിൽ വലിയ മേളകളൊക്കെ കയ്യും കോലുമായിട്ടാണ് കൊട്ടുക. അത് മാത്രമേ ഉള്ളൂ, അതിൽ നിർബന്ധമൊന്നുമില്ല. ഇവിടെ ഇത് മറിച്ച് ചെയ്താൽ ഇവിടുത്തെ ആസ്വാദകർ ഇഷ്ടാവില്ല, അവിടെ മറിച്ച് ചെയ്താൽ അവർക്ക് ഇഷ്ടാവില്ല. ഹരി, എൻ്റെ ഒരു മനസ്സിലാഗ്രഹം, തൃശ്ശൂർ പൂരത്തിന് കുട്ടേട്ടൻ്റെ 200 കണക്കിന് ചെണ്ടകളിൽ നിന്നിട്ട് കുട്ടേട്ടൻ്റെ ആ പാണ്ടിമേളത്തിൻ്റെ ഒരു കൊലുമ്പലുണ്ട്. കൊലുമ്പൽ തന്നെ പാണ്ടിമേളത്തിൻ്റെ കൊലുമ്പൽ ഏകദേശം ഒരു 20-25 മിനിറ്റോളം നീണ്ടു നിൽക്കും. അതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും ഹരമേറിയ ഭാഗം എന്ന് പറയുന്നത്. അത് കുട്ടേട്ടൻ്റെ കൂടെ നിന്ന് കൊട്ടാനുള്ള ഭാഗ്യം എന്തായാലും എനിക്ക് ഉണ്ടാവും തോന്നുന്നില്ല, അപ്പുറത്തോ അപ്പുറത്തോ ഒന്ന്. അതുകൊണ്ട് ഇവിടെയെങ്കിലും അത് സാധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പാണ്ടിമേളത്തിൻ്റെ കൊലുമ്പലൊന്ന്, എനിക്കറിയാം 10-200 ചെണ്ടകളോ ഒന്നുമില്ല, ഒരു ഇലത്താളെങ്കിലും കിട്ടുമോ? ആരോ ഒരാൾ വരൂ വരൂ, ഒരു കൊലുമ്പ. അപ്പോൾ നമ്മളൊന്ന് കൈയടിക്കുകയാണ് വേണ്ടത്. കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ 2 ഭാഗത്തെയും പ്രമാണിമാരാണ്. ഇലഞ്ഞിത്തറ മേളത്തിൻ്റെയും അതുപോലെ തന്നെ തിരുവമ്പാടിയുടെയും പ്രമാണിയായിരുന്നു മട്ടന്നൂർ ആശാൻ. ഈ തൃശ്ശൂർ പൂരത്തിലാണ് പ്രത്യേകത, 2നും പാണ്ടിയാണുള്ളത്. ആ പാണ്ടി
ആ പാണ്ടി ഈ 3 പ്രതിഭകളും കൂടി നമുക്ക് വേണ്ടി അക്ഷരോത്സവത്തിൻ്റെ വേദിയിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ പാണ്ടി കൊലുമ്പിക്കൊണ്ട് ആ പ്രതീതി സൃഷ്ടിക്കുകയാണ്. ഒരു പക്ഷെ അപൂർവമായിട്ടുള്ള അനുഭവമാണ്. നമ്മൾ കൈയടിച്ച് അവരെ തുടങ്ങാൻ സമ്മതിക്കുകയാണ് വേണ്ടത്. ഇടത്താളത്തിന് എല്ലാവരും മനസ്സിൽ തൃശ്ശൂർ പൂരത്തെ ധ്യാനിക്കുക. 15 ആനകൾ കുടമാറ്റം നടക്കുന്നു. ഞങ്ങൾ 300 കലാകാരന്മാർ നിരന്നിക്കുന്നു. നാമമാത്രമേ 3 പേര് ഞങ്ങളിവിടെ. ഞങ്ങളുണ്ടാക്കുന്ന ശബ്ദം 300ആയി നിങ്ങൾ സങ്കല്പിക്കുക. അതുപോലെ തന്നെ 20-25 മിനിറ്റ് പറഞ്ഞാൽ ഇവിടെ സമയമില്ല. മാത്രമല്ല പാണ്ടിയുടെ തുടക്കം ഹൃദയം എന്ന് കുട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൊമ്പുകൊഴിലും ശബ്ദം വേണം. വെറുതെ ഇതിങ്ങനെ ഏറ് പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ആ ഭാഗമൊക്കെ കഴിഞ്ഞു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഹൃദയം 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 എന്ന് മാത്രം ഒടുക്കത്തെ ഭാഗം മാത്രം ഞങ്ങൾ കേൾപ്പിക്കാം. ഒരു ജയറാമേട്ടാ പഞ്ചാരിയുടെ ഒരു കഷ്ണം കൂടി. അതെ, നമ്മൾ പാണ്ടിമേളാണ് കണ്ടത്. അപ്പോൾ നമുക്കൊക്കെ ഇതിൽ മേളം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു സ്വാദമുണ്ട്. പഞ്ചാരി മേളത്തിനെ പറ്റിയിട്ടാണ് ഇവർ പറഞ്ഞത്. പഞ്ചാരി മേളത്തിൻ്റെ ഒരു കഷ്ണം കൂടി അല്ല ജയറാമേട്ടാ? പഞ്ചാരി മേളത്തിൻ്റെ 5ാം കാലത്തിലെ ഉരുളുകോലും ഒരു ഇടക്കലാശവും ഒരു കുഴമറിഞ്ഞുള്ള കലാശം. ഇത് പൂരാണ്, മേളാണ്, കയ്യടിക്കല്ലേ?
ഒരുപക്ഷെ നമുക്ക് കേൾക്കാനുള്ള ആഗ്രഹവും ഇവരുടെ സംസാരവും കൊട്ടും കേൾക്കാനുള്ള ആഗ്രഹം ഒരിക്കലും തീരില്ല. എങ്കിലും ഈ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ സമാനമായിട്ടുള്ള ഒരു വേദിയാക്കി ചെണ്ട കൊണ്ട് മാറ്റിയിട്ട് ഈ അക്ഷരോത്സവത്തിൻ്റെ കായുടെ വേദിയെ വലിയ രീതിയിലേക്ക് ഉയർത്തിയ ഈ പ്രതിഭകൾക്ക് നമ്മൾ നിറഞ്ഞ കയ്യടി കൊടുത്തുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മേളപ്പെരുങ്കാലം ഒരുപാട് സന്തോഷം വീണ്ടും അറിയിക്കുന്നു. എൻ്റെ കൊച്ചു സന്തോഷങ്ങൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടു കിടക്കുന്ന സന്തോഷങ്ങളിൽ പെട്ട ഒന്നാണിത്. കുട്ടിക്കാലം തൊട്ട് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒന്നാണ് ഈ ആനക്കമ്പവും ചെണ്ടക്കമ്പവും ഈ ഭ്രാന്തുമെല്ലാം എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന ഒന്നാണ്. കേരളത്തിലുള്ള പല പ്രഗത്ഭമായിട്ടുള്ള ക്ഷേത്രങ്ങളിലും കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് പ്രമാണസ്ഥാനത്ത് നിന്ന് കൊട്ടാനുള്ളൊരു ഭാഗ്യം ദൈവം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ മച്ചാട് മാമാങ്കം എന്ന് പറയും, വളരെ പാലക്കാട് ജില്ലയിൽ നടക്കുന്ന വലിയ കേമമായിട്ടുള്ള ഒരു ഉത്സവമാണ്. തൃശ്ശൂർ ജില്ലയാണോ? അയ്യോ, പാലക്കാട് ജില്ല, ഞാൻ തെറ്റ് പറഞ്ഞാണ്. തൃശ്ശൂർ ജില്ലയാണ്. ഓ, തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന അതിന് ഗുരുനാഥൻ്റെ കൂടെ 13-ാം തീയതി ആ മേളപ്പെരുക്കത്തിൽ ഞാനും ഉണ്ട്. അതിനുശേഷം ഈ വരുന്ന 18-ാം തീയതി ഏറ്റുമാനൂരപ്പൻ്റെ 7.5 പൊന്നാന പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ അവിടെയും ഉണ്ട് ഞാൻ പ്രമാണ സ്ഥാനത്ത്. ഇതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളിലൊന്നായി ഞാൻ വിചാരിക്കുന്ന ഒന്നാണ്. മാത്രമല്ല, ഇന്നത്തെ ഈ അവസരം ഞാൻ മാതൃഭൂമിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇത്ര പ്രഗത്ഭരായിട്ടുള്ള, കേരളം കണ്ട, ഇന്ത്യ കണ്ട, ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള 2 കലാകാരന്മാരുടെ നടുക്ക് ഒരു സ്ഥാനം തന്ന് എന്നെയും ഇരുത്തി ഇവിടെ ഈ സ്റ്റേജിൽ 1 മണിക്കൂർ സമയം തന്നതിന് മാതൃഭൂമിയോടും ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവരോടും എൻ്റെ നന്ദി എത്രമാത്രം പറഞ്ഞാലും മതിയാവില്ല. ശങ്കരേട്ടാ, മൊത്തമായിട്ട് എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവാൻ വേണ്ടി ഒരു വാക്ക് എനിക്ക് കൂടി പറയാനുണ്ട്. കാരണം ഒരുപാട് ജനങ്ങൾ ചോദിക്കാറുണ്ട്, ജയറാം ഒരു സാധാരണ സിനിമാ നടനല്ലേ, അദ്ദേഹത്തിന് എന്താണ് കൊട്ടിന്? പക്ഷേ എൻ്റെ അനുഭവത്തിൽ, അദ്ദേഹത്തിനെ പഠിപ്പിച്ചിട്ടുള്ള അനുഭവത്തിൽ, ചെണ്ടയോടും കേരളത്തിലുള്ള കലകളോടും ഉള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടവും സ്നേഹവും ഒഴിവ് സമയത്ത് മുഴുവൻ എന്നെ വിളിക്കാനും, ആശാൻ നമുക്ക് ഇന്നൊന്ന് ഇത്രയും സൗകര്യം ജനമനസ്സുകളിൽ മറ്റ് വിഷയങ്ങൾ കൊണ്ട് സ്ഥാനം നേടിയിട്ടുള്ള ജയറാമിന് ഈ ഒരു മനസ്സ് കാണിക്കുന്ന എന്നുള്ള സത്യം കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. അതാണ് ജയറാമിൻ്റെ സ്നേഹവും ആത്മാർത്ഥതയും. എല്ലാ ജനങ്ങളും എന്താണ് അദ്ദേഹം കൊട്ടുന്നത് എന്ന് ചോദിച്ചാൽ, കൊട്ടിന് വേണ്ടി ഒരുപക്ഷെ എന്നെക്കാളും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പെരുവനം കുട്ടന്മാരേക്കാളും കൊട്ട് എന്ന ഒരു വിഷയത്തിൽ ഇത്രയധികം ഇഷ്ടം കൊണ്ടു നടക്കുന്ന ഒരു മഹാനടനും വ്യക്തിയും ആണ് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള പത്മശ്രീ ജയറാം എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. ജയറാം പറയുന്ന മാതിരി അഭിമാനമുണ്ട് എന്നല്ല, അഭിമാനമുണ്ട് എന്ന് തന്നെയാണ് പറയാൻ. ഇനി കൂട്ടുകാരനെ കൂടി വാക്ക് കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് കിട്ടിയ, അടുത്ത കാലത്ത് കിട്ടിയ വേറെ മറ്റൊരു ഏറ്റവും വലിയ അംഗീകാരം, ഒരു അവാർഡ് കിട്ടുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം തന്നൊരു കാര്യമാണ്. കുട്ടേട്ടൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ ആരോ ചോദിച്ചപ്പോൾ, എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ ജോലി വേറെ ഇതല്ല, ഒരുപക്ഷെ ആ ജോലിയല്ല, ഈ ജോലിയിലായിരുന്നെങ്കിൽ അദ്ദേഹം ഫുൾ കോൺസെൻട്രേറ്റ് ഇതിനായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു കേരളം കണ്ട ഏറ്റവും വലിയ ചണ്ടപ്രമാണി ആയനെന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. അതന്നെ എപ്പോഴും പറയാനുള്ളൂ. ജയറാം അഭിനയ ചക്രവർത്തിയായി തുടരട്ടെ